അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവ്, വെഹിക്കിൾ മാനിയയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിസാൻ്റെ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിട്ടാണ്, പുതിയ നിസാൻ മാഗ്നൈറ്റ്. അപ്പോൾ കുറേ പേരിങ്ങനെ നമുക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ നിസാൻ പുതിയൊരു പ്രൊഡക്റ്റായിട്ട് ഇപ്പോൾ എക്സ്ട്രയിൽ വന്നു, അത് കഴിഞ്ഞിട്ട് ഇനി വല്ലതും വരുമോ മാഗ്നൈറ്റ് സ്പൈ ഷോട്ട്സ് കുറേ കണ്ടു, ഇനിയിപ്പോൾ വരുമോ, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അവസാനം ഒരു സർപ്രൈസ് പോലെ വന്നിരിക്കുകയാണ് നമ്മുടെ നിസാൻ്റെ മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റ്. അപ്പോൾ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് അല്ല, കുറേ അധികം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഒന്നുകൂടി വാല്യൂ ഫോർ മണി, അതായത് പൈസയ്ക്ക് ഒത്ത വാഹനമാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈസുകളും വാഹനത്തിൻ്റെ വിലകളും ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ലാസ്റ്റിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ മേജറായിട്ട് വന്നിട്ടുള്ളതെന്ന് ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഫ്രണ്ട് ഗ്രില്ല് തന്നെയാണ് ഇപ്പോൾ പുതിയ ഇമ്പോസിങ് ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. ഡുവൽ ടോൺ ഫിനിഷും അതുപോലെ തന്നെ സൈഡിൽ ആ ഒരു സ്കിഡ് പ്ലേറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, ഒരു ആഷ് കളർ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമുക്ക് LED പ്രൊജക്ടർ ഓട്ടോ ഹെഡ് ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ LED ലൈറ്റ് സേബർ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഓറഞ്ച് കളറിൽ ലൈറ്റ് സേബർ എന്ന് വിളിക്കുന്ന ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. 16 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വരുന്നത് ഡുവൽ ടോൺ ഫിനിഷിൽ. റെയറിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് കാണാം ആ ഒരു റെയർ ലൈറ്റ്സ് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു 3D ഹണിക്കോം ഗ്രേഡിയൻ്റ് എഫക്റ്റ് എന്നാണ് നിസാൻ ആ ഒരു ലൈറ്റിനെ വിളിക്കുന്നത്. ഒരു ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റാണ് ഈ ഒരു റേറ്റിൽ നോക്കുകയാണെങ്കിൽ. നമുക്ക് പിന്നെ വരുന്നത് അഡ്വാൻസ്ഡ് മൾട്ടി ഫംഗ്ഷൻ 7 ഇഞ്ചിൻ്റെ ഡാർക്ക് തീംഡ് കൺട്രോൾ സ്ക്രീൻ വരുന്നുണ്ട്. അതായത് സ്പീഡോമീറ്ററും ഡ്രൈവർ ഡിസ്പ്ലേ ഒക്കെ കാണിക്കുന്ന ഒരു ഡാർക്ക് തീമായ 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് വരുന്നത്. പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. എർഗണോമിക് ഡ്രൈവിംഗ് സീറ്റ്, അതായത് വാഹനം ഒന്നുകൂടി ഡ്രൈവേഴ്സിന് കംഫർട്ടബിൾ ആയിട്ട് അത് സ്റ്റിയറിംഗ് ഒക്കെ കയ്യിന് എത്തുന്ന രീതിയിൽ കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എർഗണോമിക് ഡ്രൈവിംഗ് സീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി കൺട്രോൾ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ടാണ് നിസാൻ ഈ വാഹനം ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് അല്ലെ വലിയൊരു ഫേസ് ലിഫ്റ്റ് തന്നെയാണ്. നിസാൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആർക്കമീസിൻ്റെ 3D സൗണ്ട് സ്പീക്കേഴ്സാണ് വാഹനത്തിൽ വരുന്നത്. പിന്നെ പ്ലാസ്മ ക്ലസ്റ്റർ അയണൈസർ വരുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു ബാക്ടീരിയ, വാഹനത്തിൻ്റെ ഉള്ളിലത്തെ ബാക്ടീരിയ അല്ലെങ്കിൽ ജേംസൊക്കെ കളയാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ശ്വാസം നേരെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എയർ പ്യൂരിഫൈ ചെയ്യുന്നൊരു പ്യൂരിഫയറാണ് ഈ ഒരു പ്ലാസ്മ ക്ലസ്റ്റർ അയണൈസർ എന്ന് പറയുന്നൊരു സംഭവം. പിന്നെ ക്യാബിൻ നോയ്സ്, അതായത് പുറത്തത്തെ നോയ്സൊക്കെ ഉള്ളിലേക്ക് കുറവ് കേൾക്കാൻ വേണ്ടിയിട്ട് പുതിയ രീതിയിലുള്ള ഒരു നോയ്സ് ഇൻസുലേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വാഹനത്തിനുള്ളിൽ ഇറ്റ് വിൽ ബി മോർ പ്ലസൻ്റ് ആയിട്ടൊരു കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വയർലെസ് കണക്ടിവിറ്റി, ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്, ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. പിന്നെ സീറ്റ്സ് ഒന്നുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നീ റൂം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കംഫർട്ടബിളായിട്ട് നമുക്ക് വാഹനത്തിൽ ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഡാഷ്ബോർഡ് ഫുൾ ലെതർ ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക്കിൻ്റെ ഓട്ടോ ഡിം ഇൻസൈഡ് റെയർ വ്യൂ മിറർ, അതായത് IRVM വരുന്നുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻസിലും 6 എയർ ബാഗ് വരുന്നുണ്ട്. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്, അതുപോലെ തന്നെ ഐസോഫിക് സീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സായ ABS ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റ്, 360 ഡിഗ്രി സറൗണ്ട് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്, 360 ഡിഗ്രി ക്യാമറയൊക്കെ. അഗൈൻ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റും വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു SUV ആയതുകൊണ്ട് തന്നെ കുറേ പേര് കൺസിഡർ ചെയ്യുന്നത്, അതായത് ഒരു ബക്കറ്റ് ലിസ്റ്റിൽ വെക്കുന്നത് നമ്മുടെ വീൽ ബേസും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 205 മില്ലിമീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് 3rd ജനറേഷൻ HRIQ എക്സ്ട്രോണിക് CVT വിത്ത് D-സ്റ്റെപ്പ് ലോജിക് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു ഗിയർ ബോക്സ് വാഹനം കൊടുത്തിട്ടുണ്ട് നമ്മുടെ നിസാൻ മാഗ്നൈറ്റിൽ. നമ്മുടെ ഈ വാഹനത്തിൻ്റെ നിസാൻ മാഗ്നൈറ്റിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻസിൽ വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. പിന്നെ ഈസി ഷിഫ്റ്റ് പെട്രോൾ എഞ്ചിൻ, അതിൽ തന്നെ നാച്ചുറലി ആസ്പിറേറ്റഡ്. പിന്നെ ടർബോ പെട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രോണിക് CVT പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു 1 ലിറ്റർ ടർബോ ആണ് ഈ എക്സ്ട്രോണിക് CVTയിലൊക്കെ വരുന്നത്. എല്ലാത്തിലും നമുക്ക് 1 ലിറ്റർ പെട്രോളാണ് എൻജിൻ സ്പെക്ക് വരുന്നത്. പവർ എന്ന് പറഞ്ഞാൽ 72 PS പവറാണ് പെട്രോൾ 2 ടർബോ ഒഴിയയിൽ വരുന്നത്. ബാക്കി 2 ടർബോയിൽ വരുന്നത് 100 PS ഓഫ് പവറാണ്. പിന്നെ 96 Nm ഓഫ് ടോർക്കാണ് നമുക്ക് സാധാ പെട്രോളിൽ വരുന്നത്. എന്നാൽ ടർബോ പെട്രോളിൽ നമുക്ക് 160 Nm ഓഫ് ടോർക്കാണ് വരുന്നത്.
അപ്പോൾ പെട്രോൾ 2 പെട്രോൾ വേരിയൻസിൽ, അതായത് B4D 1.0 1.0 2 വേരിയൻസിൽ നമുക്ക് ഈസി ഷിഫ്റ്റ് പെട്രോളും വരുന്നുണ്ട്. അതിൽ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ടർബോ പെട്രോൾ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രോണിക് CVT പെട്രോൾ, അത് ടർബോയിൽ തന്നെ CVT ട്രാൻസ്മിഷനാണ് വരുന്നത്. ബൂട്ട് സ്പേസ് അത്യാവശ്യം ഡീസൻ്റാണ്. 336 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ കുറച്ചുകൂടി ഒരു ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വാഹനം ഇൻ്റലിജൻറ്റ് കീ ഉണ്ട്. അതായത് നിസാൻ്റെ ഇൻ്റലിജൻറ്റ് കീ ഫോബ് കൊണ്ട് നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിന് ഒരു 60 മീറ്റർ ഡിസ്റ്റൻസിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര വേരിയൻസ് എങ്ങനെയൊക്കെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ വിസിയ എന്നാണ് പറയുന്നത്. അതിന് 5,99,400 റുപ്പീസാണ് വരുന്നത്. പിന്നെ വിസിയ പ്ലസ് വരുന്നുണ്ട്, സെക്കൻഡ് ബേസ് വേരിയൻറ്റ്, അത് 6,49,400. പിന്നെ വരുന്നത് അസെൻറ്റ, അത് 7,14,000 ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് കണക്റ്റ പറയുന്ന വേരിയൻ്റാണ്. അതിന് 7,86,000 ആണ് വരുന്നത്. പിന്നെ ടെക്ന പറഞ്ഞ വേരിയൻറ്റ്, അത് 8,75,000 വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ്, അതായത് ടെക്ന പ്ലസ് ആണ് വരുന്നത്. അതിൽ നമുക്ക് 9,10,000, അതായത് 9,10,000 രൂപയാണ് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ, നിസാൻ മാഗ്നൈറ്റിനെ പറ്റിയിട്ട്. ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റോഡിലിട്ടിട്ട് റോഡ് ടെസ്റ്റ് കൂടിയും നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്.